+1 കെമിസ്ട്രി ടോപ്പിക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. നിങ്ങളെല്ലാവരും +1 ക്ലാസ്സിലേക്ക് എത്തി കെമിസ്ട്രി പഠനം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വിഷമമുള്ള ചില ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ 5 ലോ ആണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഉള്ളത്. ഈ ടോപ്പിക്ക് ഡെഫിനിഷനും എക്സാമ്പിളും ഉൾപ്പെടെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഓർമ്മിക്കാമെന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ 5 ലോ ഇതാണ്. ഒന്നാമത്തെ ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് പ്രപ്പോസ് ചെയ്തത് ലാവോസിയർ ആണ്. സെക്കൻഡ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. And the third one is called law of multiple proportion, discovered by John Dalton. And fourth law is Gay-Lussac's law of gaseous volume. Gay-Lussac discovered this law. And fifth one is Avogadro's law, proposed by Avogadro. നമുക്ക് ഇനി 1 by 1 ആയിട്ട് ഈ ലോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആ പേരിൽ തന്നെയുണ്ട് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഓർമ്മിക്കാം. ഡെഫിനിഷൻ ഇതാണ്: ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് total mass of reactants equal to total mass of products. ഒന്നുകൂടി പറയാം: during any physical or chemical change total mass of reactants equal to total mass of പ്രൊഡക്ട്സ്. അതായത് ഒരു റിയാക്ഷനിലെ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും ടോട്ടൽ മാസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെൻ കാർബൺ combine with oxygen to form CO2, C plus O2 gives CO2. ഇതിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് നമുക്ക് നോക്കാം. കാർബണിന്റെ 12 ആണ് അറ്റോമിക് മാസ്, ഓക്സിജൻ 16 ആണ് ഒരു ഓക്സിജന്റെ, സോ 32 ആണ് രണ്ട് ഓക്സിജന്റെ മാസ് വരിക. then what is the total mass of reactants? റിയാക്ടന്റുകളുടെ മാസ് കൂട്ടിയാൽ that is നമുക്ക് 44 ആണ് കിട്ടുക. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് നോക്കൂ, അതും നമുക്ക് എത്ര കിട്ടുക? 44 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ ആണ് ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. അപ്പൊ ഈ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, ഡെഫിനിറ്റ് എന്ന വാക്കിന്റെ മീനിങ് എന്താ? ഫിക്സഡ് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു കോമ്പൗണ്ട് എടുക്കുക, ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെന്റുകളുടെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്. അതിലുള്ള എലമെന്റ് ഏതൊക്കെയാ? കാർബൺ ആൻഡ് ഓക്സിജൻ ആണ്. സോ കാർബൺ ഈസ് ടു ഓക്സിജൻ ഇൻ ദിസ് കോമ്പൗണ്ട് ഈസ് ഓൾവേസ് ഫിക്സഡ് എന്നാണ്, ഡെഫിനിറ്റ് ആണ്. അപ്പൊ ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റുകളുടെ റേഷ്യോ എപ്പോഴും ഫിക്സഡ് ആണ് എന്നുള്ളതാണ് ഈ ലോ പറയുന്നത്. അതായത് കാർബൺ ഈസ് ടു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ മാസ് 12 ആണ്, ഓക്സിജന്റെ മാസ് 32 ആണ്. സോ ഇത് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3:8 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 3:8 ആണ് കാർബണിന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ. അത് എപ്പോഴും ഫിക്സഡ് ആണ് എന്നുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഇതേപോലെ നമുക്ക് വാട്ടർ എടുക്കാം. ഇൻ H2O ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ ആണ്. സോ ഹൈഡ്രജന്റെ 2 ആണ്, 2 H ഉണ്ട്. അതുകൊണ്ടാണ് 2:8 നമുക്ക് 2:16 എന്ന് നമുക്ക് കിട്ടും. 16 ആണ് അതിന്റെ അറ്റോമിക് മാസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:8 നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ ഏതൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിലുള്ള എലമെന്റിന്റെ മാസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ് ആ ലോ പറയുന്നത്. നമുക്കറിയാം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർമ്മിക്കുക. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്, or the same compound always contains the same elements combined in a fixed ratio by mass. ഇതിൽ ഏത് ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. A given compound always contain exactly the same proportion of elements by weight, or the same compound always contain the same elements combined in a fixed ratio by mass എന്നുള്ളതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പം ഇത് വെച്ചിട്ട് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇലസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ ലോയിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുള്ള വാക്ക് തന്നെയുണ്ട്. നേരത്തെ ഡെഫിനിറ്റ് എന്നാണ്, ഇവിടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അതാണ് അതിനകത്ത് ഓർമ്മിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ദി നമുക്ക് നോക്കാം. വെൻ കാർബൺ ആൻഡ് ഓക്സിജൻ, ഒരു എക്സാമ്പിൾ ഇലസ്ട്രേറ്റ് ചെയ്തതിനു ശേഷം ഡെഫിനേഷൻ ഞാൻ പറയാം. കാർബണും ഓക്സിജനും എടുക്കുക, ആ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഒന്നിക്കൽ കാർബൺ മോണോക്സൈഡ് കിട്ടുന്നു. മറ്റൊരു കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് മോർ ദാൻ വൺ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു എന്നതാണ്. വെൻ കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടുഗദർ ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്തുള്ള ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും. നമുക്കറിയാം ഇവിടെ ഒരു സി ആണ്, ഒരു സി ആണ്. അപ്പൊ കാർബണിന്റെ മാസ് ഫിക്സഡ് ആണ്. പക്ഷെ ആരുടെ മാസ് ചേഞ്ച് ചെയ്യുന്നു? ഓക്സിജന്റെ മാസ്. ആ ചേഞ്ച് ചെയ്യുന്ന എലമെന്റിന്റെ മാസ്, അതിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നതാണ് ഈ ലോ പറയുന്നത്. ദാറ്റ് ഈസ്, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഓക്സിജൻ ഈസ് ടു ദിസ് ഓക്സിജൻ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ 1 എന്നും 2 എന്നും നമുക്ക് മാർക്ക് ചെയ്താൽ O1 ഈസ് ടു O2 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. ഇത് 16 ആണ്, ഇത് 32 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2 എന്ന് നമുക്ക് കിട്ടും. ഇനി ആദ്യം CO2 എടുക്കുന്നത് 2:1 നമുക്ക് എടുക്കാം. അപ്പൊ ഓർമ്മിക്കേണ്ടത്, രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്നു, മോർ ദാൻ വൺ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു. അതിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആണ്, ഇവിടെ കാർബണിന്റെ മാസ് ഫിക്സഡ് ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ അതർ എലമെന്റ്സ് ആർ ഇൻ എ ഹോൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്നതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഡെഫിനിഷൻ ഇതാണ്. അതായത് when two elements, if two elements can combine to form more than one compound, the different masses of one of the elements that combine with a fixed mass of the other element are in a simple whole number ratio. ഒന്നുകൂടി പറയാം. If two elements can combine to form more than one compound, the different masses of one of the elements that combine with a fixed mass of the other element are in simple whole number ratio. ഇങ്ങനെ നമുക്ക് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അത് ഇലസ്ട്രേറ്റ് ചെയ്യാം. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഹൈഡ്രജൻ ഓക്സിജൻ combine to form H2O and H2O2. അപ്പൊ ഇവിടെ H2 ന്റെ ഫിക്സഡ് ആണ്. ഇനി ഇവിടെയും ഓക്സിജൻ ഈസ് ടു ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1:2 കിട്ടും എന്ന് പ്രൂവ് ചെയ്യാം. ഇങ്ങനെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടി കഴിയും. ആദ്യത്തെ 3 ലോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 4ാമത്തെ ലോയിലേക്ക് പോവാം. 4th law is called Gay-Lussac law of gaseous volume proposed by Gay-Lussac എന്നതാണ്. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഗ്യാസസ് ആയിട്ടുള്ള എലമെന്റുകൾ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഗ്യാഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നിടത്ത് മാത്രമാണ് ഈ ലോ അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്. when gases combine to form gaseous products, reactant gas ആണ്, product gas ആണ്. when gases combine to form gaseous products, a simple ratio exists between the volume of the reactants and products at constant temperature and pressure. ഒന്നുകൂടി പറയാം. when gases combine to form gaseous products, a simple ratio exists between the volumes of the reactants and products at constant temperature and pressure. ഇത്രയേ ഉള്ളൂ. റിയാക്ടന്റുകളും ഗ്യാസ് ആയിരിക്കണം, പ്രൊഡക്റ്റും ഗ്യാസ് ആയിരിക്കണം. അവരുടെ റേഷ്യോ ഓഫ് ദ വോളിയം ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 1:2 എന്ന റേഷ്യോ ഓഫ് ദ വോളിയംസ് ആണ് ഇതിന് കിട്ടുക. സെക്കൻഡ് എക്സാമ്പിൾ, N2 + 3H2 gives 2NH3. എല്ലാം ഗ്യാസ് ആണ്. ഇവരുടെ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും വോളിയത്തിന്റെ റേഷ്യോ 1:3:2 ആയിരിക്കും. അപ്പൊ ഇവരെപ്പോഴും ഗ്യാസ് കമ്പൈൻ ചെയ്തിട്ട് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ റിയാക്ടൻസും പ്രൊഡക്ട്സും ഒരു സിമ്പിൾ റേഷ്യോ ഫോളോ ചെയ്യും എന്നുള്ളതാണ് ഈ ലോ പറയുന്നത്. ഇനി നമ്മൾ 5ാമത്തെ ലോയിലേക്കാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അവഗാഡ്രോസ് ലോ പ്രൊപ്പോസ്ഡ് ബൈ അവഗാഡ്രോ. അപ്പൊ ഈ ചാപ്റ്ററിൽ മോൾ കൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ അവഗാഡ്രോസ് നമ്പർ നമ്മൾ പറയുന്നുണ്ട്. 6.022 × 10⁻23 ആണ് അവഗാഡ്രോസ് നമ്പർ. അപ്പൊ ഈ ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അണ്ടർ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ. ഒന്നുകൂടി പറയാം. അണ്ടർ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ്
and pressure, equal volumes of all gases contain the same number of molecules എന്നതാണ്. അതായത് ഈക്വൽ വോളിയംസ് ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും എന്നതാണ് ഈ ലോ പറയുന്നത്. ഇങ്ങനെയാണ് 5 ലോ നമുക്ക് ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പറയാനുള്ളത്. ഇതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. അത് നിങ്ങൾ അതുകൊണ്ട് അത് പ്രത്യേകം പഠിക്കണം. അതിൽ എക്സാമ്പിൾ ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ ഉൾപ്പെടെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോ ഈ ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.